എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അധികമായിട്ടില്ല, അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് പഴയ വിശേഷങ്ങൾ അമ്മ ഒക്കെ ഓർത്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി കുറച്ച് കാര്യങ്ങൾ, ഇപ്പം അന്നത്തേൻ്റെ കുറച്ചും കൂടി ബാക്കി കാര്യങ്ങളുണ്ട്, അതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. അപ്പോൾ അന്നത്തെ എന്താ വെച്ചാൽ അന്ന് ഒക്കെ അങ്ങനെ നമ്മൾ അമ്മ കൂടുതലും കുട്ടിക്കാലത്തെ വിശേഷങ്ങൾ, പഴയ അതുപോലുള്ള വിശേഷങ്ങളാണ് കൂടുതലായി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമ്മ ഒരു ജനിച്ച നാടും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട്, പിന്നെ അത് കഴിഞ്ഞ് വന്ന് നമ്മൾ പിന്നെ ഇവിടെ പന്തലൂര് അവിടേക്കാണ് കല്യാണം കഴിഞ്ഞ് വന്നത്. അപ്പൊ ആ വിശേഷങ്ങളാണ് നമുക്ക് പിന്നീട് പറയാനുള്ളത്. അത് അവിടുത്തെ കൂടുതൽ കുറച്ച് വിശേഷം കൂടി, ഞങ്ങൾ ആ ഒരു തറവാട്ട് വീട്ടിലെ ആ ഒരു വിശേഷം കാര്യങ്ങൾ, അവിടുത്തെ രീതികളും കാര്യങ്ങളും. ഞാൻ 27ാമത്തെ വയസ്സിലാണ് പന്തലൂർക്ക് കല്യാണം കഴിഞ്ഞ് വന്നത്. മഞ്ചേരിക്ക് അടുത്ത് പന്തലൂർ, അവിടേക്കാണ് ഞാൻ വന്നത്. പന്തലൂർ പഴയ ഓടിട്ട വീടാണ്, മാളികപ്പേരയാണ്. ആ വീട് 2 നിലയിലുള്ള വീടാണ്. ഓടിട്ട വീടാണെങ്കിലും കൂടി 2 നിലയിലുള്ള വീടാണത്. അതൊരു നല്ല വലിയ വീടാണ്. അന്നത്തെ കാലത്ത് നിലം കാവ്യാണ്, നിലമൊക്കെ കാവ്യാണ് എല്ലാം. അവിടെ മരത്തിൻ്റെ കോണിയാണ്, തട്ടൊക്കെ മരമാണ്. അതൊക്കെ പഴയ കാലത്തെ നല്ല മരങ്ങളാണ്, തേക്കൊക്കെയാണ്. തേക്ക് പൂവത്തിയൊക്കെയാണ് അതിന് മരങ്ങൾ, നല്ല മരങ്ങളാണല്ലോ അതൊക്കെ. അവിടെ താഴത്തെ 2 റൂം, പിന്നെ ഒരു മറ്റൊക്കെ ഉണ്ട്. പണ്ട് പൂജയൊക്കെ ഉണ്ടായിരുന്ന മറ്റാണത്. പണ്ട് കാലത്തെ തുറന്ന അമ്മറാണ്, മരത്തിൻ്റെ പഴയ തൂണൊക്കെയാണ്. ഇരിക്കാൻ മരത്തിൻ്റെ 2 പുറമുള്ള പടിയാണ്, മരത്തിൻ്റെ പടിയാണ്. അവിടെയൊക്കെ പണ്ടത്തെ കാലത്ത് അടുക്കളയൊക്കെ 5-ആം വരെയാണ്, അതും പുറത്താണ്, അത് ഓലയാണ്. പിന്നെ അവിടെ താഴ്വര എന്ന് പറയും, അത് ഭയങ്കര നീളമുള്ള താഴ്വരയാണ്. ഇപ്പോഴത്തെ മരിയിൽ ഭാഗത്ത് കക്കൂസും കുളിമുറി ഒന്നല്ല, ഭാഗത്ത് കല്ലിൻ്റെ ഓവാണ്. അപ്പം പിന്നെ കക്കൂസും കുളിമുറിയൊക്കെ നമ്മളകത്തുണ്ടല്ലോ. അപ്പം അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. 2 മുറിയിൽ ഓവുണ്ട് താഴത്ത്. മുകളിൽ കോണി കയറിയാൽ വലിയൊരു ഹാളും ചെറിയൊരു മുറിയുണ്ട്. ചെറിയ മുറിയിൽ ഓവുണ്ട്. ഹാളിലാണ് പിന്നെ പണ്ടത്തെ അരവാതിലൊക്കെ ഉണ്ട്. അതൊക്കെ തുറന്നിട്ട് നല്ല കാറ്റൊക്കെ കിട്ടും. അവിടെ പിന്നെ പണ്ടത്തെ കാലത്തെ പറമ്പിൽ ചക്ക, മാങ്ങ, മുരിങ്ങ എല്ലാ സാധനങ്ങളും ഉള്ളൊരു സ്ഥലമാണ്. അവിടെ പിന്നെ രാവിലെ നീച്ച് കുടിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകും. അമ്പലം എരിയത്താണ്, തൊട്ടരിയത്താണ്. അമ്പലത്തിൽ നിന്ന് 5 മണിക്ക് പാട്ട് വയ്ക്കും. അന്നത്തെ കാലത്ത് ആട്ടിലാണ് അരയ്ക്കുക. അരച്ചിട്ടുള്ള ദോശ, ഇഡ്ഡലി, പിന്നെ വിട്ട് ഇതൊക്കെ തന്നെ പലഹാരം. അന്നത്തെ കാലത്തെ ഈ മുളേൻ്റെ മുറയാണല്ലോ, അതിൽ തൊടിയിലൊക്കെ പോയാൽ പച്ചക്കറിയൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്, മുരിങ്ങേൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്, അതിലാണ് ഇട്ടുകൊണ്ടിരിക്കുക. രാവിലത്തെ ചായ പലഹാരം കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ചോറിനുള്ള കൂട്ടാനുകൾ ഒരുക്കലാണ്. അത് തൊടിയിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഞങ്ങൾക്ക് അതേമാതിരി അന്നും 12 മണിക്കാണ് ഞങ്ങൾ ഉച്ചയൂണ്. അന്നത്തെ കാലത്ത് ഉച്ചയ്ക്ക് ഉറക്കമില്ല, പല തായംകളി, പിന്നെ ഈ പല കളിയിൽ എല്ലാവരും കൂടി ഒത്തുകൂടൽ അപ്പടം ഉച്ചയ്ക്കാണ്. അടുത്ത വീട്ടിൽ നിന്നുള്ളവരൊക്കെ അന്ന് കൊണ്ടുവരും. അങ്ങനെ ഒത്തിച്ചു കൂടി പല കളികളൊക്കെ ആക്കുന്ന സമയത്താണ്. ഓരോ പഴയ കഥകളും നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. പിന്നെ ഒരു 3:30 ആയി കഴിഞ്ഞാൽ ചായ വേണം. അന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കേണ്ട ചായക്ക് പലഹാരം എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ സന്ധ്യ ആയാൽ മേലെഴുകലൊക്കെ കഴിഞ്ഞ് വിളക്കൊളുത്തലായി. അവിടെ പിന്നെ മുറ്റത്തെ തുളസിത്തറയൊക്കെ ഉണ്ട്, അവിടെ തിരിയൊക്കെ വയ്ക്കും. പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് ദീപാരാധന തോന്നും സന്ധ്യയ്ക്ക്. ഞങ്ങൾക്ക് അമ്പലത്തിലേക്കാണ് പോകും. രാത്രിയൊക്കെ ഉച്ചക്കത്തെ ഭക്ഷണം തന്നെയാവും രാത്രി. പിന്നെ ചിലപ്പോൾ കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി ഉണ്ടാക്കും. അന്നത്തെ കാലത്ത് അമ്പലത്തിലുള്ള വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിച്ച് എല്ലാവരും അവിടെ കൂടും. പിന്നെ നാട്ടിൽ വല്ല പിറന്നാളോ കല്യാണം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്നിച്ച് കൂടും. കല്യാണത്തിനൊക്കെ പിന്നെ അവിടെ തന്നെയാണ് വെപ്പൊക്കെ. എന്നിട്ട് സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അതിലൊരു ഞാൻ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണത് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ തറവാട്ട് വീട്ടിലെ, ഇത് ഞങ്ങളൊക്കെ ഇപ്പൊ ഞാനൊക്കെ ജനിച്ചത്
ജനിച്ചതും വളർന്നതും എല്ലാം ഇപ്പൊ പന്തലൂരില്ല ഞങ്ങളെ തറവാട് വീട്. ഞങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയാ. അപ്പോൾ അമ്മയ്ക്കാവുമ്പോൾ വേറൊരു സ്ഥലം, ഞങ്ങൾക്ക് ഇവിടെ പന്തലൂര്. അപ്പോൾ ജനിച്ചു വളർന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ അതായത് ഈ അവിടുത്തെ തന്നെ ഈ ഇപ്പൊ ഞങ്ങളൊക്കെ കുട്ടികളാവുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. ഇവിടെ ചില പഴയ വീടും തൊട്ടപ്പുറത്ത് അമ്പലം, പിന്നെ മുൻവശത്താണെങ്കിൽ വയലുകളുണ്ട്, മറ്റു കാര്യങ്ങൾ, ഒരു തനി നല്ലൊരു ഉഗ്രൻ ഒരു നാട്ടുമ്പുറം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ തൊട്ട് മറ്റ് പിന്നെ കളിസ്ഥലങ്ങളായിട്ടുള്ളതും പിന്നെ സ്കൂളുകളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ നല്ലൊരു നാടൻ ഗ്രാമം. അപ്പൊ ആ ഒരു ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു സ്കൂൾ പോയിരുന്ന കാലത്തും മറ്റു കാര്യങ്ങളൊക്കെ. പല വിശേഷങ്ങളും നമ്മൾ മറ്റ് മുൻ വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ സ്കൂളിലെ ആ പോയിരുന്ന കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഇതാണ് ഇപ്പൊ ഈ വീടിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. അപ്പൊ ആ ഒരു പഴയ ആ ഒരു വീട് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അവിടെ അതൊരു പ്രത്യേക രസം തന്നെയാണ്, പ്രത്യേകിച്ച് ആ ഒരു കാലത്തൊക്കെ. അപ്പൊ അതാണ് ഇപ്പൊ അമ്മയും ഇപ്പൊ ആ പറഞ്ഞത്. ഞങ്ങൾക്കും അത്തരം ഓർമ്മകൾ തന്നെയാണ് ഇപ്പൊ എനിക്കും അതിന് ശേഷമുള്ളതൊക്കെ. ഇപ്പൊ ഞാനൊക്കെ ജനിച്ച് വളർന്നതിന്റെ ശേഷമുള്ള ആ ഒരു കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട്ടില് ഞങ്ങൾ 4 മക്കളുണ്ട്. പിന്നെ അച്ഛൻ, അമ്മ, പിന്നെ അച്ഛന്റെ പെങ്ങള്, അങ്ങനെ 7 ആളാണ് ഞങ്ങൾ അവിടെ വീട്ടിലുണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ആ ഒരു കുട്ടിക്കാലത്ത്. അതിന്റെ മുമ്പൊക്കെ പറഞ്ഞാൽ പഴയ കാലത്ത്, അതിന്റെ വളരെ വർഷം മുമ്പ് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന്റെ ഒക്കെ മുമ്പ്, കുറെ മുമ്പൊക്കെ വെച്ചാൽ അന്ന് അതിലേറെ അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കൂട്ടുകുടുംബം ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വീടാണത്. അതാണ് അത്രയും വലിയ വീടുകളൊക്കെ അന്ന് എന്ന് വെച്ചാൽ അത്രയധികം അംഗങ്ങൾ ഉണ്ടാവും വീട്ടില്. അപ്പൊ അത് അങ്ങനെ. അപ്പൊ ഞങ്ങളൊക്കെ അപ്പോഴേക്ക് പിന്നെ അങ്ങനെ ഇത് കുറഞ്ഞല്ലോ, ഓരോരുത്തരും വേറെ വേറെ വീട് ഉണ്ടാക്കി അങ്ങനെ 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 വന്ന് അങ്ങനെ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഞങ്ങളായപ്പോ ഇതാണ് ഈ ഇങ്ങനെ 7 പേര്. ഇതാണ് അന്നൊക്കെ. പിന്നെ അടുക്കളയിൽ ഈ പറഞ്ഞ പോലെ ആളുകളുണ്ട്, അന്നൊക്കെ പാചകത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഈ വീട്ടിലുള്ളവരുണ്ടല്ലോ, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ പിന്നെ ഞങ്ങൾക്കൊന്ന് അടുക്കള അങ്ങനെയുള്ള കാര്യങ്ങളിലിട്ട് അന്നത്തെ കാലത്തൊന്നും തീരെ ഒരു ഇതില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരിക എന്നുള്ളതല്ലാതെ അന്നൊക്കെ അടുക്കളയിൽ തന്നെ ഇരുന്ന ഭക്ഷണം കഴിച്ചിരുന്നു. നമ്മളിപ്പോ ആ മരത്തിന്റെ ഒരു പലകയൊക്കെ ഇട്ട് ചമ്രപ്പടി ഇട്ട് നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കാന്ന് പറയല്ലോ, അങ്ങനെയൊക്കെ ഇരുന്നാ കഴിച്ചിരുന്നത്. അപ്പൊ ആ ഒരു പിന്നെ നമ്മള് ആ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ വരല് മാത്രം, പ്രത്യേകിച്ച് വീട്ടില് സ്ത്രീകളൊക്കെയാണല്ലോ അന്ന് കൂടുതലും പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ആളുകളില്ല വീടുകളിലൊന്നും, അംഗങ്ങൾ കുറവായതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ആയല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പൊക്കെ. മുമ്പൊക്കെ അങ്ങനെയാണ്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പോ, അപ്പൊ ആ വീടിന്റെ ഓർമ്മയും കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോ നമ്മൾ എന്താ പറയുക വെച്ചാല് ഈ ആ ഒരു മുൻപ് ചെയ്ത ആ ഒരു പഴയ ഓർമ്മകളുടെ വീഡിയോ, അതുപോലെ നമ്മൾ വീടിന്റെ ഒരു വീഡിയോ, ആ പുറത്തുനിന്നൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, നമ്മൾ പുറത്തെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അകത്തൊക്കെ പിന്നെ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല, പുറം മാത്രം. അകത്തൊക്കെ അടച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ പിന്നെ ആരും താമസമൊന്നുമില്ല വീട്ടില്, തറവാട്ട് വീട്ടിൽ. അപ്പൊ ആ ഒരു വീഡിയോ ചെയ്തതിന്റെ അതിന്റെ ഒരു ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇത്തരം പഴയ ഓർമ്മകൾ കുറച്ച് പുതുക്കിയത്. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത്രയധികം ഓർമ്മകൾ ഉണ്ടായിരിക്കും. ഒന്നും എവിടെ അവസാനിക്കുന്നില്ല. ഓർമ്മകൾ എപ്പോഴും അങ്ങനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അപ്പൊ അതൊക്കെ ഇനി നമുക്ക് മറ്റ് വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്തണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കും. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.